ഖുർആൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഖുർആൻ പറയേണ്ടത് മുഴുവൻ എന്തായിരിക്കണം? ശാസ്ത്രമായിരിക്കും. ഈ കാലത്താണ് ഹബീബായ റസൂലുള്ളാഹി വരുന്നതെങ്കിൽ ഖുർആൻ മുഴുവൻ ശാസ്ത്രമാണ്. എന്നാൽ ഖുർആൻ ഇറങ്ങുന്നത് സാഹിത്യ പണ്ഡിതന്മാരുടെ കോട്ടമുട്ടങ്ങളിലേക്കാണ്. അറബി സാഹിത്യത്തിലെ അത്ഭുതകരമായ സാഹിത്യകർമ്മം നിർവഹിച്ച അത്ഭുത സത്യങ്ങൾ ഉള്ള കാലത്തേക്കാണ് ഖുർആൻ വരുന്നത്. സാഹിത്യം എന്ന് പറഞ്ഞാൽ എന്താ? സാഹിത്യം അതെന്താണെന്നറിയില്ലേ? സാഹിത്യം പറഞ്ഞാൽ എന്താ? വാക്കുകളെ കൊണ്ട് മാസ്മരികത സൃഷ്ടിക്കലാണ് സാഹിത്യം. സാഹിത്യം എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കിയത് ഒരാളെ നല്ല പ്രസംഗങ്ങൾ കേട്ട് ഗംഭീരമായ രക്ഷപ്പെട്ടാത്ത വാക്കുകളെ കൊണ്ട് പ്രഭാഷണം നടത്താൻ പറയാൻ സാഹിത്യം ആളാണ്. അതാ അത് തെറ്റാണ്. വിശുദ്ധമായ ഖുർആനിന്റെ സാഹിത്യത്തെ വിശദീകരിക്കുന്ന ഒരു ഗ്രന്ഥമുണ്ട്, മുഖ്തസറുൽ മആനി. പള്ളികളിൽ കുട്ടികൾ തഫ്സീർ എന്ന ഗ്രന്ഥം ഓതുന്നതിന്റെ മുമ്പ് ഏറ്റവും ആദ്യമായി പഠിക്കേണ്ടത് മുഖ്തസറുൽ മആനിയാണ്. വിശുദ്ധമായ ഖുർആനിന്റെ അർത്ഥതലങ്ങൾ കേവലം പരിഭാഷകൾക്ക് ലഭിക്കുന്നതല്ല, അതിന്റെ അർത്ഥം എന്ന് മനസ്സിലാകുന്നത് മുഖ്തസറുൽ മആനി പോലെയുള്ള ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യുമ്പോഴാണ്. അതിന്റെ ആദ്യത്തിൽ സാഹിത്യം എന്ന് പറഞ്ഞാൽ എന്താണ്? കടിച്ചാൽപ്പെട്ടാത്ത വാക്കുകൾ ഉപയോഗിക്കലല്ല എന്ന് ബഹുമാനപ്പെട്ട സഈദുദ്ദീൻ ഖത്താസാനി ഉദ്ധരിക്കുന്ന മഹാനവറുകൾ ഒരു കവിത കൊണ്ടുവരുന്നതവിടെ ليس في قرب قبر خابر خبر رب في مكان كافي وليس قرب في مكان كافي. ഹർബ് എന്ന് പറഞ്ഞ ആളുടെ ഖബർ ഒരു കാടായ സ്ഥലത്താണ്. അവിടെ വേറെ ഒരാളുടെയും ഖബറിലാണ്. ഇത് കഷ്ടപ്പെടാത്ത വാക്കുകളാണ്. ഇത് അറബി ഭാഷക്ക് നിരക്കാത്ത പ്രയോഗമാണ്. എന്നാൽ സാഹിത്യം പറഞ്ഞാൽ എന്താ? ശ്രോതാവിന് മനസ്സിലാകുന്ന രീതി കേൾക്കുമ്പോഴേക്ക് വശ്യമായി അത് ഉൾക്കൊണ്ട് ആളുകളിലേക്ക് അത് കടന്നു വരുന്ന രീതിയാണ്. അങ്ങനെ സാഹിത്യം പറയാൻ കഴിയുന്ന അത്ഭുതകരമായ സാഹിത്യകർമ്മം നിർവഹിച്ചിരുന്ന അത്ഭുതകരമായ സാഹിത്യ പമ്പുരാക്കന്മാരുടെ കൊട്ടവട്ടങ്ങളിലേക്കാണ് വിശുദ്ധമായ ഖുർആൻ സാഹിത്യത്തിന്റെ ഉത്തുംഗതയിൽ നിൽക്കുന്ന അത്ഭുത ഗ്രന്ഥമായിട്ട് കടന്നുപോകുന്നത്. ഖുർആൻ ഇറങ്ങുന്ന കാലത്തുള്ള സാഹിത്യം മനസ്സിലാക്കാൻ വേണ്ടി ഒരു സംഭവം ഞാൻ പറയാം. ഒരു കുട്ടി, ഇവരുടെ രക്തത്തിലും മജ്ജയിലും മാംസത്തിലും സാഹിത്യമായിരുന്നു. ഒരു കുട്ടി വീട്ടിന്റെ മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിലൂടെ പോകുന്നവരാണ്. കുട്ടികളിലുള്ള സാഹിത്യത്തെ കുറിച്ചൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി കുട്ടികളോട് ചോദിച്ചു, നിന്റെ പിതാവ് എവിടെ പോയി എന്നാണ് അർത്ഥം. സത്യത്തിൽ പോയി എന്നാണ് ഉപയോഗിച്ചിട്ടല്ല, പക്ഷെ ഫാമ എന്ന് ഉപയോഗിച്ചു. ഫാമ എന്നൊരു സാഹിത്യമാണ്. സാഹിത്യം എന്ന് പറഞ്ഞാൽ പല രൂപത്തിൽ ഉപയോഗിക്കുന്ന ഒരു വാക്കുകൊണ്ട് തന്നെ ഒരുപാട് പര്യായ പദങ്ങളുള്ള ഒരുപാട് നീതികളുള്ള ഒരു വാക്കാണ് ഈ ഫാമ. അതിനെ ഫാമൂർത്തി ചോദിച്ചപ്പോ മുറ്റത്ത് മണ്ണുമായി കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടി ഇയാൾക്ക് മറുപടിയായിട്ട് പറയാണ് അത്ഭുതപ്പെട്ടു. ചോദിച്ചത് വാക്കാട് പോയി. ഫാമ കൊണ്ട് മാത്രം ഈ കൊച്ചുകുട്ടി മറുപടി പറഞ്ഞ എന്റെ വാപ്പ അങ്ങാടിയിലേക്ക് പോയി സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുവരാൻ വൈകുന്നേരമാകുമ്പോൾ തിരിച്ചു വരും. കുട്ടികൾക്ക് പോലും അവരുടെ രക്തത്തിൽ കലർന്നതായ സാഹിത്യം. ഇമ്രുൽ ഖൈസ് പറഞ്ഞ ആളുകൾ, ഇമ്രുൽ ഖൈസ് അന്നത്തെ സാഹിത്യ തമ്പുരാക്കന്മാരുടെ ഹെഡായിട്ട് അറിയപ്പെടുന്ന ആളാണ് ഇമ്രുൽ ഖൈസ്. ഇമ്രുൽ ഖൈസിനെ കുറിച്ച് ഹബീബായ തങ്ങൾ പിന്നീട് പറഞ്ഞിട്ടുണ്ട്, ദുനിയാവിൽ ഒരു വലിയ സ്ഥാനം കിട്ടിയിട്ടുണ്ട്, സാഹിത്യകാരനാണ്. പക്ഷെ ആശ്രത്തിൽ പരാജയപ്പെട്ട ആളാണ്. കാരണം മോശമായ അനവധി കവിതകൾ പാടി ജാഹിലിയ്യ കാലത്ത് ഒരുപാട് തമ്മാടിത്തരങ്ങൾ ചെയ്ത് മരിച്ചുപോയാളാണ് ഇമ്രുൽ ഖൈസ്. പക്ഷെ ഇമ്രുൽ ഖൈസിന്റെ അത്ഭുതം, ഇമ്രുൽ ഖൈസിന്റെ പ്രായമായപ്പോൾ ഒരുപാട് കവിതകൾ ആളുകൾ അറബി സാഹിത്യത്തെ സംബന്ധിച്ച് പറയുന്ന ആളുകൾ ഇമ്രുൽ ഖൈസിന്റെ കവിതകളെ അവലംബിക്കാറുണ്ട്. ഇമ്രുൽ ഖൈസ് പറഞ്ഞതാണ് എന്ന് പറഞ്ഞാൽ അതിനെ ഗ്രാമറിൽ ഓരോ ഭാഷക്കും ഗ്രാമർ ഉണ്ടാവും. അപ്പോൾ ഇമ്രുൽ ഖൈസിന്റെ പ്രയോഗത്തെ ആളുകൾ പരിഗണിക്കാറുണ്ട്. ഇമ്രുൽ ഖൈസ് പ്രായമായപ്പോൾ വയസ്സായ സമയത്ത് ഇമ്രുൽ ഖൈസ് ഒരു യാത്ര പോകാൻ അദ്ദേഹം കച്ചവടത്തിന് വേണ്ടി അന്നുവരെ സമ്പാദിച്ച സമ്പാദങ്ങളൊക്കെ ആയിട്ട് യാത്ര പോയി. യാത്രയിൽ ആ കച്ചവടം കഴിഞ്ഞിട്ട് അതിന്റെ ലാഭവുമായിട്ട് തിരിച്ചു വരുമ്പോ കൊള്ള സംഘം അയാളെ പിടികൂടുന്നുണ്ട്. കൊള്ളക്കാർ രണ്ടുപേരാണ്. അവർ വന്ന് ഇമ്രുൽ ഖൈസിനെ പിടികൂടിയിട്ട് ഇമ്രുൽ ഖൈസിന്റെ സ്വത്ത് മുഴുവൻ കൊള്ളയടിച്ചിട്ട്
ചോദിച്ചപ്പോ ഇമ്രുൽ കൈസ് പറഞ്ഞു, നിങ്ങൾക്ക് ഒന്നോ കുഴപ്പമില്ല, പക്ഷെ എനിക്കൊരു ചെറിയ റിക്വസ്റ്റ് ഉണ്ട്, ഒരപേക്ഷ എന്റെതുണ്ട്. എന്താണെന്നറിയോ? ഞാനൊരു എഴുത്തു തരാം, ഈ എഴുത്തിന്റെ പെൺകുട്ടികൾക്ക് കൊണ്ടുപോയി കൊടുക്കണം. ഇമ്രുൽ കൈസിൽ 2 പെൺകുട്ടികളാണ്. ഈ കവിതയുടെ ഇമ്രുൽ കൈസ് എഴുതി കൊടുക്കുന്നത് ഇത്രയേ ഉള്ളൂ. കൊലപാതകികളാണെങ്കിൽ കള്ളന്മാരാണെങ്കിൽ അക്കാലത്ത് അവർക്കൊരു നല്ല ഗുണമുണ്ടായിരുന്നു, വാക്ക് പാലിക്കുന്നു, കളവ് പറയില്ല, ഒരു വാഗ്ദത്തം ചെയ്താൽ അത് ലംഘിക്കുകയില്ല. അങ്ങനെ പ്രധാനപ്പെട്ട സ്വഭാവം ഉണ്ടായിരുന്നു ജാഹിലിയ്യ കാലത്തുള്ള ആളുകൾക്കും. അബൂജഹലിൽ പോലും അത്തരം സ്വഭാവങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇമ്രുൽ കൈസിന് ഒരു ചെറിയൊരു കവിത എഴുതി കൊടുത്തു. കവിത അതിന്റെ അർത്ഥം അറിയാം. ഇമ്രുൽ കൈസിന്റെ 2 പെൺകുട്ടികളെ നിങ്ങളെ വാപ്പ, അത്രയേ ഉള്ളൂ. നിങ്ങൾ നോക്കി, നമുക്ക് ബുദ്ധിമുട്ട് എടുക്കാമെന്നില്ലല്ലോ. നിങ്ങളെ വാപ്പാനല്ലേ വാപ്പല്ലോ, നിങ്ങളെ വാപ്പാനേ ഉള്ളൂ. അതുകൊണ്ട് ഇത് കൊണ്ടുപോയി കൊടുക്കുന്നില്ല. നമുക്കിത് കൊണ്ടുപോയി കൊടുക്കുകയും വീട്ടിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൊണ്ടുപോയി ചെയ്യാം. ഇവർ 2 പേരും തീരുമാനമെടുത്ത് ഇമ്രുൽ കൈസിന്റെ യാത്ര ചെയ്യാൻ 2 പെൺകുട്ടികളാണ് ഇമ്രുൽ കൈസിനുള്ളത്. വീട്ടിലെത്തിക്കാം. ഇമ്രുൽ കൈസിനെ കൊന്ന് ഇവരെ വീട്ടിലെത്തി. വീട്ടിൽ ചെന്ന് നോക്കുമ്പോൾ പെൺകുട്ടികൾക്ക് കൊണ്ട് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. മൂത്ത പെൺകുട്ടിയുടെ കയ്യിൽ കൊടുത്തു. ആ കുട്ടി പാടി. ഇവര് സാഹിത്യകാരൊന്നുമില്ല, പക്ഷേ അപ്പയുടെ രക്തത്തിൽ നിന്ന്, അപ്പയുടെ മജ്ജയിൽ നിന്ന്, അപ്പയുടെ വംശത്തിൽ നിന്ന് സാഹിത്യം സ്വന്തം ശരീരത്തിലേക്ക് സന്നിവേശിപ്പിക്കപ്പെട്ട അത്ഭുതകരമായ സാഹിത്യത്തിന്റെ ഒരു കഴിവ് സ്വായത്തമാക്കിയ പെൺകുട്ടികളാണ് അവര്. മൂത്ത പെൺകുട്ടി ഇതിങ്ങനെ നോക്കിയിട്ട് പാടാണ്. ചെറിയ പെൺകുട്ടി അതെടുത്തു. എന്താണ് താത്ത ഇത്? ഈ പെൺകുട്ടി അതിന്റെ അടുത്ത വരി എന്ന് പാടുകയാണ്. ഇന്നലെ വീട്ടിൽ താമസിക്കുമ്പോൾ ഇമ്രുൽ കൈസ് ഇങ്ങനെ ഒരു കവിത കുട്ടികൾക്ക് പാടി പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല. പിന്നെ ഇങ്ങനെ ഒരു കവിത ഉണ്ടായാൽ അതിന്റെ അടുത്ത വരി ഇങ്ങനെ ഉണ്ടാവാൻ പാടുള്ളൂ എന്ന് വളരെ കൃത്യമായി ഇമ്രുൽ കൈസിന്റെ രംഗത്തിൽ നിന്ന്, ഇമ്രുൽ കൈസിന്റെ ജീവിതത്തിൽ നിന്ന് പഠിച്ചു മനസ്സിലാക്കിയ പ്രിയപ്പെട്ട മകളാകുന്ന ആ ഇമ്രുൽ കൈസിന്റെ ചെറിയ മകളുടെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് സാഹിത്യം പുറത്തു വരികയാണ്. അതിന്റെ അടുത്ത വരി എന്ന് പാടുകയാണ്. കത്തീരും കൊല്ലപ്പെട്ടിരിക്കുന്നു, നിൽക്കുന്നു, പെൺകുട്ടികൾ ഒച്ച വെക്കുന്നു, ആളുകൾ ഓടിക്കൂടുന്നു. ഇമ്രുൽ കൈസിന്റെ 2 കാലുകളെ പിടിച്ചു വെക്കുന്നു, സമ്പത്ത് മുഴുവൻ എടുക്കുന്നു. ഇവരെ ലോകത്തിന് മുഴുവൻ മാതൃകയാകുന്ന രൂപത്തിലുള്ള ശിക്ഷ നടപ്പാക്കുന്നു. അങ്ങനെ നടപ്പാക്കാൻ മാത്രം ഇമ്രുൽ കൈസ് അവസാന നിമിഷത്തിൽ അവരുടെ സ്വന്തം മക്കൾക്ക് അവരുടെ സമ്പത്ത് മുഴുവൻ വെട്ടിക്കാൻ മാത്രം അങ്ങനെ ആ ഒരു കഴിവ് ഉപയോഗപ്പെടുത്തിയത് അദ്ദേഹത്തിന്റെ സാഹിത്യത്തിനാണ്. ഇങ്ങനെ പാടിയാൽ അങ്ങനെ പാടാൻ പറ്റുള്ളൂ. അക്കാലത്താണ് മുസ്ലിങ്ങളെ ഖുർആൻ ഇറങ്ങിയിട്ട് പറയുന്നത്. സാഹിത്യത്തിന്റെ ഉന്നത ശ്രേണിയിലിരിക്കുന്ന വിശുദ്ധമായ ഖുർആനിനോട് തത്തുല്യമായ ഒരു ഗ്രന്ഥം, തത്തുല്യമായ ഒരു സൂറത്ത്, തത്തുല്യമായ ഒരു ആയത്ത്, തത്തുല്യമായ ഒരു വാചകം കൊണ്ടുവരാൻ കഴിവുള്ള ചങ്കൂറ്റമുള്ള ആൺകുട്ടികൾ ഉമ്മത്തുണ്ടെങ്കിൽ, നിങ്ങളുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ നിങ്ങൾ വരണമെന്ന് ഇന്നും അതിന്റെ പത്തരമാറ്റോടെ ലോകത്തിന്റെ അഷ്ടദിക്കുകളിലേക്ക് വിധിമുഴക്കത്തില്ല വിശുദ്ധമായ ഖുർആനിന്റെ ശബ്ദമുകളിനെ അടിച്ചു വീശുന്ന രൂപത്തിൽ, ആ വെല്ലുവിളി നിലനിൽക്കുന്ന രൂപത്തിൽ 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് ഖുർആൻ വെല്ലുവിളിച്ചതാണ്. നിങ്ങൾക്ക് കഴിവിൽ കൊണ്ടുപോകാ ഖുർആനിനോട് തുല്യമായതിനെ, അതിന്റെ സൂറത്തിനോട് തുല്യമായതിനെ, അതിന്റെ ആയത്തിനോട് തുല്യമായതിനെ. ഇന്നുള്ള ആളുകൾ മോശക്കാരാണ് നിങ്ങൾ കരുതിയാണ്. ഇന്ന് ഭാഷ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ മോശക്കാരായിട്ടുണ്ടാകും. ഇസ്രായേലി എന്ന് പറയുന്ന ഇന്ന് ലോകം നിയന്ത്രിക്കുന്ന ഇസ്രായേലികളെ നിങ്ങൾ നിസ്സാരമായി കാണുക. സത്യത്തിൽ നമ്മുടെ പല ഗ്രന്ഥങ്ങളും വിവർത്തനം ചെയ്തതും കൈകാര്യം ചെയ്തതും ഇന്നത്തെ ഇസ്രായേലാണ്. ഇന്ന് സൗദി അറേബ്യയിൽ വിളിക്കപ്പെടുന്ന ഒരു ഡിക്ഷണറി അൽ-മുൻസിദ് എന്നാണ് പേര്. എന്റെ അടുത്ത വളരെ ബഹുമാനത്തോടുകൂടെ ഞാൻ കാത്തു സൂക്ഷിക്കുന്ന ഒരു ഡിക്ഷണറിയാണ്. കാരണം എന്റെ പിതാവ് മരണപ്പെട്ടുപോയി, അല്ലാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ.
ഇന്ന് ഖബറിലാണ് അല്ലാഹുവിനെ മഗ്ഫിറത്ത് നൽകണേ റഹ്മാനേ. എനിക്ക് ആദ്യം തന്ന സമ്മാനം വിദേശത്ത് പോയപ്പോ എന്താ വേണ്ടെന്ന് ചോദിച്ചപ്പോ പഠിക്കാൻ തുടങ്ങിയിട്ട് മുഞ്ചിത് എന്താന്ന് പറയണേ. പക്ഷേ മുഞ്ചിത് എന്ന ഡിക്ഷണറിയെ കുറിച്ച് കുട്ടികൾ സംസാരിക്കുന്നത് കാണാം. ഏറ്റവും പ്രധാനപ്പെട്ട ഡിക്ഷണറിയാണ് മുഞ്ചിത്. അറബി ടു അറബിയാണ്. ഇത് ആരാണ് നിർമ്മാതാക്കളെന്ന് അറിയില്ല. മുഞ്ചിത് കാണാം. അപ്പോൾ മുഞ്ചിത് അയച്ചത് ഈ മുഞ്ചിന്റെ നിർമ്മാതാക്കൾ മുത്തുമുങ്ങിനികളെ അതിന്റെ അകത്ത് നന്ദിദാസനാമി പഠിക്കുന്ന സമയത്ത് അവിടുത്തെ പ്രിൻസിപ്പൽ സ്ഥാനം മുസഫി ഹസരത്ത് സംസ്ഥയുടെ സമീപത്തിലൂടെ കൂടിയായിട്ടുള്ള വലിയ പണ്ഡിതനാണ്. അദ്ദേഹം നാസറത്തോട്ടിരിക്കുന്ന സമയത്ത് ആരുടെ കയ്യിലാണ് മുഞ്ചിതുള്ളതെങ്കിൽ കൊണ്ടുവരുന്നത്. ഒരു ഹദീസ് എടുക്കുക. എന്താ ഹദീസ്? ഹബീബായ തങ്ങൾ മക്കയിലെത്തിയത് മക്ക ശുദ്ധീകരിക്കുന്നതിന്റെ ഭാഗമായി കാബാലയത്തിന്റെ പരിസരത്തുണ്ടായിരുന്ന എല്ലാ ബിംബങ്ങളും 300 കൂടുതൽ ബിംബങ്ങൾ ഉണ്ടായിരുന്ന അവിടെ പരിശുദ്ധ ഇസ്ലാമിന്റെ വെള്ളി വെളിച്ചം കാട്ടിയിട്ട് ആളുകളോട് പറഞ്ഞു, നിങ്ങളൊക്കെ പോയിക്കോളൂ, നിങ്ങൾ മോചിപ്പിക്കപ്പെട്ടവരാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ആളുകളൊക്കെ പിരിഞ്ഞുപോയി. ആ കൂട്ടത്തിൽ അദ്ദേഹം മുസ്ലിമായി. അബൂ സുഫിയാൻ അദ്ദേഹം മുസ്ലിമായി. ഈ സംഭവം ഇമാം മുസ്ലിം റളിയല്ലാഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഈ ഹദീസിനെ ഇസ്ലാം മാറുകൊണ്ട് പ്രചരിപ്പിച്ച മതമാണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഈ ഡിക്റ്ററിന്റെ അകത്ത് ചെറിയൊരു കൃത്രിമമായിരുന്നു. അത് പറഞ്ഞാൽ ആ ഹദീസിൽ എടുക്കാൻ ഇത് എന്ന വാക്കിന് ഈ മുഞ്ചിദ് എന്ന് പറഞ്ഞ ഡിക്ഷണറിയിൽ അർത്ഥം കൊടുത്തിരിക്കുന്നത് എന്താണെന്നറിയാം? അല്ലദീന ഉഖീഹു ഫിൽ ഇസ്ലാം അല്ലദീന ഉദ്ഖിലു ഫിൽ ഇസ്ലാം. ഇസ്ലാമിൽ നിർബന്ധിതമായി മതപരിവർത്തനം നൽകപ്പെട്ടവരാണ്. അതെന്തിനാണ് അവരെ അർത്ഥം കൊടുക്കുന്നത്? ഈ ഡിക്ഷണറി വെച്ചുകൊണ്ട് ഈ ഹദീസിനെ ആരെങ്കിലും വായിച്ചാൽ ഹബീബായ തങ്ങൾ മറ്റം കെട്ടിയിട്ട് എടുത്ത പണി അവിടെ എത്തിയപ്പോൾ ആളുകളോടൊക്കെ പറഞ്ഞു, ഇത് തുലക്കാറ്, നിങ്ങൾ തുലക്കാറാണ്, അഥവാ നിർബന്ധിതമായി മതപരിവർത്തനം ചെയ്യപ്പെട്ട ആളുകളാണ്, നിങ്ങൾ നിർബന്ധിച്ച് മതത്തിലേക്ക് വരണം, എല്ലാവരും മതത്തിലേക്ക് വരണമെന്ന് തങ്ങൾ പറഞ്ഞു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി തെറ്റിദ്ധാരണ ഉണ്ടാക്കിയ അതിൽ അറബി സാഹിത്യത്തെ കുറിച്ച് പറയുന്നത് ഏകദേശം എത്രയാക്കി വരുമ്പോഴുള്ള ആ മുൻചരി എന്ന് പറയുന്ന ഗ്രന്ഥം കൈകാര്യം ചെയ്ത ക്രിസ്ത്യാനികളാണെങ്കിൽ അറബി ഭാഷയിൽ വലിയ കഴിവും പ്രാവീണ്യം അവർക്കുണ്ടെങ്കിൽ ഇന്ന് വരെ 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് ഹബീബായ തങ്ങൾ വിളിച്ചു പറഞ്ഞ അറബി അന്ന് ലോകത്തോട് ആഹ്വാനം ചെയ്ത ആ വെല്ലുവിളി ആകുമെങ്കിൽ ഖുർആനിന്റെ ഒരു ശകലം കൊണ്ടുവാ, ഒരു ആയത്ത് കൊണ്ടുവാ, ഒരു സൂറത്ത് കൊണ്ടുവാ, അല്ലെങ്കിൽ ഖുർആനിന്റെ ആശയം കൊണ്ടുവാ എന്ന് പറഞ്ഞ അത് കൊണ്ടുവരാൻ വിശിഷ്ട അക്കാലത്ത് ആളുകൾക്ക് കഴിയുക. ഇനി ഈ കാലത്തുമില്ല, അടുത്ത കാലത്തുള്ള ആളുകൾക്കും കഴിയുക. ഉണ്ടായിരുന്നു ലബീദ് എന്ന സാഹിത്യകാരന്റെ കവിത കേട്ടാൽ സമൂഹമായെന്ന് പറയുന്ന കഅബാലയത്തിന്റെ ചുറ്റുഭാഗത്തെ കവിതകൾ എഴുതി വെച്ചിരുന്ന സമൂഹമായുണ്ട്. അതിലെ പ്രധാന കണ്ണിയാണ് ലബീദിന്റെ മുന്നിൽ വിശുദ്ധമായ ഖുർആനുണ്ട്. മുത്തുനബിയെ അവരുടെ വിളിച്ചു, ലബീദിനെ കൊണ്ടുവന്നു. സാഹിത്യം പറയുന്നുണ്ടല്ലോ, ഖുർആൻ മഹാത്ഭുതമാണെന്ന് പറയുന്നുണ്ടല്ലോ. എന്നാൽ മുഹമ്മദേ ഞങ്ങളെ വെല്ലുവിളി ഏറ്റെടുക്കാൻ തയ്യാറുണ്ട്. ഇന്നുവരെ ഞങ്ങൾ ആരംഭിച്ച കവിതകൾ, ഞങ്ങൾ ഉദ്ദേശിക്കുന്ന സംഭവികാസങ്ങൾ അല്ലെങ്കിൽ അതുപോലെയുള്ള ആശയങ്ങൾ അതൊന്നും എന്ന അക്ഷരം തൊടാതെ ഞങ്ങൾക്ക് ഉച്ചരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് മുഹമ്മദേ വെല്ലുവിളിയാണ്, ഏറ്റെടുക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾ ഏറ്റെടുക്കണം. നീയില്ലാത്തൊരു പദ്യം കൊണ്ടുവരാൻ, നീയില്ലാത്തൊരു സുഹൃത്ത് കൊണ്ടുവരാൻ. തങ്ങളല്ല ഇത് പറയുന്നത്, തങ്ങളല്ല ഇത് പാരായണം ചെയ്യുന്നത്. ഇത് ഏഴാനാകാശത്തിന്റെ മുകളിൽ നിന്ന് തീരുമാനം വരുമ്പോ ചടകടിച്ച് പകപ്പറന്ന് കണ്ടിട്ട് സമയങ്ങളിൽ മുത്തുകളിലെ കോതിക്കൊടുക്കുന്ന ഗ്രന്ഥമായതുകൊണ്ട് അവരുടെ വെല്ലുവിളിക്കുന്ന സമയത്ത് തന്നെയും അള്ളാഹുവിന്റെ ദർബാറിലേക്ക് കൈമലർത്തി അഭിമാന നമ്മൾ ഗുണം ചെയ്യുകയാണ്. അള്ളാഹുവേ ഇവർക്ക് ആവശ്യം അധ്യായമാണ്, അതാവശ്യപ്പെടേണ്ട താമസം. അഭിമാന തങ്ങളോട് നീങ്ങില്ലാത്ത ഒരു ബന്ധം കൊണ്ടുവരാൻ വേണ്ടി പറയുമ്പോ അതാ ചടകടിച്ച് പറക്കുകയാണ്. അഭിമായ തങ്ങൾ മുന്നിൽ പ്രത്യക്ഷപ്പെടുകയാണ്. ഓതി കൊടുക്കൂ നബിയേ, വിശുദ്ധമായ ഖുർആനിലെ 114 സൂറത്തിലെ 6666 ആയത്തുകളിലെ
74,015 അക്ഷരങ്ങളിലായി 74,439 വേഴ്സുകളിലായിട്ട് ഒരുമിച്ച് കൂട്ടപ്പെട്ട ഗ്രന്ഥത്തില് നീമിക്കാത്ത ഒരു പദ്യം, നീമിക്കാത്ത ഒരു അധ്യായം ഇന്നല്ലാതെ കാണാൻ കഴിയുകയില്ല. ഇത് അന്നത്തെ സാഹിത്യത്തിന്റെ വലിയ നേതൃത്വത്തിൽ ഇരുന്ന ആളുകളുടെ വെല്ലുവിളിയെ എടുത്തുകൊണ്ട് വിശുദ്ധമായ ഖുർആനിൽ കടന്നു വന്ന അധ്യായമാണ്. ഇതല്ലാത്തൊരു സൂറത്ത് 114 സൂറത്തിൽ ഇതല്ലാത്തൊരു സൂറത്ത് നീണ്ടില്ലാത്ത നിങ്ങൾ കാണിച്ചു കാണിക്കും. എന്താണ് സമ്മാനം വേണ്ടത് നിങ്ങൾ തീരുമാനിച്ചാൽ നീമില്ലാതെ അറിവ് പറയാൻ കഴിയില്ല. അത്ഭുതപ്പെട്ടു പോയി അവർ. പാരായണത്തിന്റെ മുന്നിൽ ലബീദ് എന്ന് പറയുന്ന ഈ വലിയ സാഹിത്യകാരൻ അയാൾ കൊണ്ടുവന്നാണ് ഖുർആന്റെ കയ്യിലേക്ക് എടുക്കാൻ. നിങ്ങൾക്ക് കയ്യൊക്കെ കൊണ്ടുവരുള്ളൂ. ലബീദ് പാരായണം ചെയ്യാൻ തുടങ്ങി. അവസാനം മനസ്സിലായില്ല. അവസാനത്താണ് ആടിയത്. ഈ ചങ്ങാതിന്റെ എക്സ്ട്രാ ആടിയുടെ വാക്യമാണ് ഇതർത്ഥം തന്നെ. ഇത് മനുഷ്യന്റെ വാക്കല്ല, ഇതൊരു മനുഷ്യന്റെ വാക്കല്ല. പിന്നീട് ലബീദ് പറയുന്ന വാക്ക് ഗ്രന്ഥങ്ങളിലേക്ക് ബന്ധപ്പെടുന്നുണ്ട്. ഞാൻ ഖുർആൻ കേട്ടു. ഇത് മനുഷ്യന്റെ വാക്കല്ല, ഇത് ജിന്നിന്റെ വാക്കല്ല. ഇതിന്റെ മുകൾ ഭാഗം എന്തൊരു മനോഹരം, ഇതിന്റെ താഴ്ഭാഗം എന്തൊരു മനോഹരം, ഇതിന്റെ ആശയം എന്തൊരു മനോഹരം. അബൂജഹലാണല്ലോ ഏറ്റവും വലിയ പ്രശ്നക്കാരൻ. ലബീദ് നടക്കുന്ന കണ്ടപ്പോ അബൂജഹൽ പറഞ്ഞത് ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം, ഞാൻ ശ്രമിച്ചു നോക്കാം എന്ന് പറഞ്ഞിട്ട് ഇനി ഒരു ഖുർആൻ പകരം ഖുർആൻ ഉണ്ടാക്കിയിട്ട് ഇനി അടുത്ത പരിപാടി ഉണ്ടെന്ന് പറഞ്ഞ അബൂജഹലിന്റെ വീട്ടിൽ കാണാൻ ആരെ അബൂജഹലിനെ കാണാൻ അബൂജഹലിനെ കാണാനല്ല. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ അബൂജഹൽ അവന്റെ ആളുകളൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞു, ഖുർആനിനോട് തുല്യമായ ഒരു സൂറത്ത് ഞാൻ കൊടുത്തിട്ടുണ്ട്, ഞങ്ങളെ വീട്ടാണ്, അതുകൊണ്ട് നിങ്ങളെ സഹായിക്കാൻ വേണ്ടി മോശമല്ലേ, ഞാനൊരു സൂറത്ത് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് എല്ലാവരും മക്കൾക്കായിട്ട് വേണ്ട സന്തോഷം. ഖുർആനോട് തുല്യമായ ഒരു ഗ്രന്ഥം അബൂജഹൽ കൊണ്ടുവരികയല്ലേ. അബൂജഹലിന്റെ ഗ്രന്ഥത്തെ കൂടി സന്തോഷത്തോടെ ചെയ്യുന്നു. ഭയങ്കര സന്തോഷത്തിലായി. ഇന്ന് തന്നെ ഈ മുഹമ്മദിനെ പരാജയപ്പെടുത്താം, മുഹമ്മദിന്റെ മുന്നിൽ ഇതൊന്ന് നെടുങ്ങി നിന്ന് നോക്കിക്കൊടുക്കണം. നമ്മൾ ലീഗിലോ അബൂജഹലോ ഓജിത്തിരുന്ന ഖുർആനെന്ന് നൽകണം. അപ്പൊ ആ സമയത്ത് അലംതറ എന്ന സൂറത്ത് അവതരിച്ച കാലം. ആ സമയത്താണ് ഈ സൂറത്ത്, ആ സമയത്താണ് അബൂജഹൽ ഈ വെല്ലുവിളിയെ എതിർത്തുമായി ആളുകൾ വിളിച്ചുകൊടുക്കുന്നത്. ആളുകൾക്ക് ഇങ്ങനെ റെഡിയായിട്ടിരിക്കുകയാണ് അബൂജഹലിന്റെ മുന്നിൽ. ഇവർക്ക് നേരത്തെ കേട്ട് പരിചയമുണ്ട്. അബൂജഹൽ എഴുതിക്കൊണ്ടുവന്ന പേജുമായി അവരെ മുന്നിൽ എഴുന്നേറ്റ് നിന്നിട്ട് വളരെ സന്തോഷത്തോടുകൂടെ തർജിയോടെ പറഞ്ഞു, എല്ലാവരും വേണ്ടി പാരായണം ചെയ്യണം. الفيل ما الفيل وما أدراك ما الفيل وله أذن طويل. ആളുകളൊക്കെ ഈ ഖുർആനെ പാരായണം ചെയ്യാൻ തുടങ്ങിയപ്പോൾ വളരെ സന്തോഷത്തോടുകൂടെ ഇരിക്കുന്ന ആളുകളൊക്കെ എഴുന്നേറ്റ് പ്രാർത്ഥിച്ച് കുട്ടിയിട്ട് ഇവരോട് പറഞ്ഞു, എടാ മുഹമ്മദിന്റെ ഖുർആൻ എന്താണെന്ന് മനസ്സിലായിരുന്നു. ആശയം കൊണ്ടും അർത്ഥം കൊണ്ടും അതിന്റെ ഘടന കൊണ്ടും എല്ലാം കൊണ്ടും ലോകത്തിന്റെ മുന്നിൽ അത്ഭുതം കാണിച്ച ഖുർആൻ നീ പകരമായി കൊണ്ടുവന്നത് ആന പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്കറിയാം. ആനക്ക് നീണ്ട തുമ്പിക്കൈയുണ്ട്, ആനക്ക് നീണ്ട ചെടിയുണ്ട്, ആനക്ക് നീണ്ട വാലുണ്ട് എന്ന് പറയുന്ന ഈ അർത്ഥം മേലാൽ ഇപ്പേര് പറഞ്ഞ് ഞങ്ങൾ വിളിച്ചു കൂട്ടിയാൽ നീ വാക്കിയുണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടാണ് അബൂജഹലിന്റെ മുന്നിൽ നിന്ന് ആളുകൾ ഇറങ്ങി പോകുന്നത്. ആളുകൾ
വിശുദ്ധമായ ഖുർആനിന്റെ പാരായണത്തിന്റെ മുന്നിൽ ആളുകൾ അത്ഭുതം കൂടുകയാണ്. സൂറത്തുൽ ബഖറയിൽ അല്ലാഹു തആല പറയുന്നുണ്ട്, യജ്അലൂന അസാബിഅഹും ഫീ അമാനിഹിം മിനസ് സവാഇഖി ഹദറൽ മൗത്ത്. അന്ന് മക്കത്താരായ ആളുകൾക്കുണ്ടായിരുന്ന ഒരു സ്വഭാവം, വഴിവെട്ടിൽ ചെന്നാലും അവർ ഖുർആൻ കേട്ടുപോകുമെന്നുള്ള പേടിയാണ്. അങ്ങനെ ഖുർആൻ കേട്ടാൽ പിന്നെ അതിലേക്ക് ആകർഷകരാകുമെന്ന കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് ആരെങ്കിലും ഖുർആൻ കേൾക്കുമ്പോൾ കരുതി അവർ വിരൽപ്പൊടികൾ ചെവിയിൽ വെച്ചാൽ നടക്കാറ്. അക്കാര്യം നടന്നിരുന്നത് ഇങ്ങനെയാണ്. എന്ത് ഖുർആൻ ചെവിയിൽ കേട്ടുപോകുമോ? എപ്പോ മുതലെന്നറിയോ? എപ്പോഴാണ് ഒരു ചെവിക്കുള്ളിൽ വിരൽ വെക്കാൻ തുടങ്ങിയത് എന്നറിയോ? ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തലകൊയ്തെടുക്കാൻ, അങ്ങനെ കൊയ്തെടുക്കുന്നവർക്ക് 100 ഒട്ടകം നൽകാമെന്ന് ബഹുമാനപ്പെട്ട ഹബീബായ തങ്ങളുടെ അവിടുത്തെ ഫലമാതകൾ നിർവഹിക്കുന്ന ആളുകൾക്ക് 100 ഒട്ടകം നൽകാമെന്ന് ഇനാം പ്രഖ്യാപിച്ചപ്പോഴാണ് മക്കളുടെ ഏറ്റവും അഹങ്കാരിയായ ധിക്കാരിയായ വില്ലാളിയായ പരാക്രമിയായിരിക്കുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് വാളുകുരുന്നത്. ഉമർ ഇബ്നുൽ ഖത്താബിന്റെ സ്വഭാവം, ഉമർ ഇബ്നുൽ ഖത്താബ് വാളുകുരിയാൽ അതേ സ്ഥാനത്ത് വാളുകൊണ്ടും നിക്ഷേപിക്കണമെങ്കിൽ ആ കൃത്യം നിർവഹിക്കണമെന്നതാണ്. ആ ഉമർ ഇബ്നുൽ ഖത്താബിനെ കുറിച്ച് ആളുകൾ പറയാറുണ്ടായിരുന്നു, ഖത്താബിന്റെ കഴുത മുസ്ലിമായാലും ഉമർ ഇബ്നുൽ ഖത്താബ് മുസ്ലിമാവില്ല, ഖത്താബിന്റെ മകൻ മുസ്ലിമാവില്ല, ഖത്താബിന്റെ കഴുത മുസ്ലിമായാലും ഖത്താബിന്റെ മകൻ മുസ്ലിമാവില്ല എന്ന് ചന്തയിൽ ആളുകൾ ഒരാവേശത്തോടെ പറഞ്ഞുകൊണ്ടിരുന്ന, അത്രയേറെ ഇസ്ലാമിന്റെ പരവേദനയുണ്ടായിരുന്ന ഉമർ ഇബ്നുൽ ഖത്താബിന്റെ ചെവിയിലേക്കാണ് വിശുദ്ധമായ ഖുർആനിന്റെ സൂറത്തുൽ ത്വാഹയിലെ ആദ്യഭാഗങ്ങളിൽ കേൾക്കുന്നത്. അതായത് മുത്തുനബിയെ കൊല്ലാൻ വേണ്ടി പുറപ്പെടുമ്പോഴാണ് അബൂജഹലിന്റെ നേതൃത്വത്തിൽ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരി ഫാത്തിമയുടെ വീടിന്റെ കെട്ടിടത്തില് ഖുർആൻ പഠിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഫാത്തിമ മുസ്ലിമായി എന്ന വാർത്ത അറിഞ്ഞപ്പോ ഫാത്തിമയെ ഇസ്ലാമിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ഫാത്തിമയുടെ വീട്ടിന്റെ ഉള്ളിലേക്ക് കടന്നു ചെല്ലുമ്പോഴാണ് ആ വീട്ടിന്റെ ഉള്ളിൽ നിന്ന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് എന്നാൽ വിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ ത്വാഹ കേൾക്കുന്നത്. അപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾക്ക് പ്രത്യേകിച്ച് ചെയ്യുക, വീട്ടിന്റെ ഉള്ളിൽ പരാക്രമം നടത്തുന്നുണ്ട്, പെങ്ങളെ അടിക്കുന്നുണ്ട്, ആ പെങ്ങളുടെ ഭർത്താവിനെ അടിക്കുന്നുണ്ട്, ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കുന്ന അബൂജഹലിനെ അടിച്ചിട്ട് ശരീരത്തിൽ മുറിവേൽപ്പിക്കുന്നുണ്ട്. മണിക്കൂറുകൾ വേണ്ട പരാക്രമത്തിന്റെ ശേഷം ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് ഊർന്നിറങ്ങിയ വിശുദ്ധമായ ഖുർആൻ ആ മനുഷ്യന്റെ മരണങ്ങളിൽ ചിന്തക്ക് മുട്ടുമുറപ്പിക്കുകയാണ്. അത് ഹൃദയത്തിന്റെ അന്തരാളങ്ങളെ വരിഞ്ഞു നിർത്തുകയാണ്. എന്താണ് ഈ കേട്ടിരിക്കുന്നത്? ഇതെന്ത് വചനങ്ങളാണ്, ഇതാരുടെ വചനങ്ങളാണ് എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ മാറ്റം സംഭവിക്കുന്നുണ്ടെന്നറിഞ്ഞപ്പോ കുറിച്ച് ശുദ്ധിയാവാൻ പറയുകയും അങ്ങനെ തിരിച്ചു വന്നപ്പോ അബൂജഹല് ഖുർആനിന്റെ മറ്റു വാചകങ്ങൾ ഓതി കൊടുക്കുമ്പോ വലിയ ധിക്കാരിയായ ധീര സ്വഭാവമുള്ള പരാക്രമിയായ ഉമർ ഇബ്നുൽ ഖത്താബ് എന്ന് പറയുന്ന ആ കാട മനസ്ഥിതിയുള്ള മനുഷ്യന്റെ മാർഗമായ ആ വലിയ മനസ്സിന്റെ ആ ഒരു ഉടമയുടെ മനുഷ്യന്റെ ആ മനസ്സിനെ മഞ്ഞുള്ളിയുടെ മാർഗമുള്ള മനസ്സാക്കി മാറ്റുന്ന രീതിയിൽ വിശുദ്ധമായ ഖുർആനിന്റെ സൂറത്തുൽ ത്വാഹ വർദ്ധിക്കുകയാണ്. ഒരു 3-4 ആയത്തുകൾ കേട്ടപ്പോ മക്കളുടെ വലിയ പൊമ്പങ്ങീശക്കാരനായിരുന്നു. ആളുകൾക്ക് ഉമറിനെ കാണുന്നത് പേടിയായിരുന്നു, ആചാരപ്പമായിരുന്നു. അയാളുടെ പാട്ടനുണ്ടായിട്ടില്ലേ, പിന്നെ മക്കത്തെ ജബലുകൾ കിടുകിടുത്ത് മക്കത്തെ ഉമറിന്റെ നിരനികത്തി ചില പാട്ടുകൾ വാക്യങ്ങൾ യോജിച്ച വാക്കുകൾ ചിലതേ ഉണ്ടാകാറുള്ളൂ. അതിൽപ്പെട്ട വാക്കുകൾ ഒരു പാട്ടാണ് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ. കാരണം പിൽക്കാലത്ത് കുട്ടികൾ ഭക്ഷണം കഴിക്കുന്നില്ലെങ്കിൽ ഉമർ വരുന്നു എന്ന് കുട്ടികളെ പറഞ്ഞ പേരിട്ടായിരുന്നു എന്നാണ് നമ്മളെ 10-ാം വയസ്സിൽ പറയുന്നത് പോലെ ഉമർ വരുന്നു എന്ന് പറയാറുണ്ടായിരുന്നു. ആ ഉമർ, ആ മനസ്സിന്റെ കാഠിന്യമുള്ള ഉമറിന്റെ മനസ്സിനെ ആകമാനം മാറ്റിയത് വിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ ത്വാഹയാണ്. അവർക്കാകമാനം മാറാൻ കഴിയുന്ന സൂറത്തുകളാണ്. അബൂജഹലും അതുപോലെ അബൂ സുഫിയാനും അബൂജഹലിന്റെ ഒരണിമയും മറ്റൊരാളും കൂടെ എല്ലാ രാത്രിയിലും എല്ലാ രാത്രിയുടെ യാമങ്ങളിലും എല്ലാവരും കടന്നിറങ്ങിയാൽ ഹബീബിന്റെ വീടിന്റെ ആ ചെറിയ വീടിന്റെ 4 മൂലയിൽ വന്ന് നിൽക്കാറുണ്ട്. എന്തിനാണ്? കൊല്ലാനല്ല. രാത്രി അബൂജഹൽ ഹബീബായ തങ്ങളുടെ വീട്ടിൽ വരാറുണ്ട്. അബൂജഹൽ ഒറ്റയ്ക്ക് ചിലപ്പോൾ അടിമയും കൂടെ ഉണ്ടാവും. അടിമയോട് പറയും, ആരോടും പറയരുത്, നമ്മൾ പോകുന്ന വർത്താനം. അപ്പുറത്ത് കൂടെ ആരും കാണാതെ അബൂ സുഫിയാൻ മറ്റൊരു നേതാവ്, അപ്പുറത്ത് കൂടെ വേറെ ആൾ വരുന്നുണ്ട്. 4 മൂലയിൽ ഇവർ വന്നു നിൽക്കുന്നത് എന്തിനാണെന്നറിയോ? സ്വതസിദ്ധമായ ശൈലിയിൽ ഹബീബുനാ റസൂലുള്ളാഹി ഖുർആൻ പാരായണം
ചെയ്യുമ്പോ വശ്യമായ ആ ശൈലിയിലുള്ള മനോഹരമായ ഖുർആനിന്റെ പാരായണത്തിൽ ലയിച്ചു ചേരാൻ വേണ്ടിയിട്ട് ഹബീബായ തങ്ങളുടെ കൊടിയ ശത്രുവായ അബൂജഹൽ, ആരാണ് അബൂജഹൽ? ഹബീബായ തങ്ങൾ അബൂജഹലിനെ കുറിച്ച് പറഞ്ഞത് ഓരോ രാജ്യങ്ങൾക്കും ഫറോവായി വന്നിട്ടുണ്ട്. എന്റെ ഫറോവ അബൂജഹലാണ്. അത്ര വലിയ അഹങ്കാരിയായ ഫറോവ ഖുർആൻ കേൾക്കാൻ വരാറുണ്ടായിരുന്നു. അങ്ങനെ അവർ ഖുർആൻ കേട്ട് പിരിഞ്ഞു പോകുമ്പോ ഈ 4 പേരും കൂട്ടിമുട്ടും. അപ്പൊ അവർ പറയും, ഇവിടുന്ന് വരുന്നേ ഒന്നും പറയല്ലോ, ഇത് കേൾക്കാനുള്ള ആഗ്രഹം കൊണ്ട് വരികയാണ്, നിങ്ങൾ തീരുമാനിക്കുക, നാളെ വരരുത്. അബൂജഹൽ അബൂ സുഫിയാനോട് പറയും, നാളെ പണിയെടുക്കരുത്, ഞാനുണ്ടാവില്ല. ആ സമയമാകുമ്പോ അബൂജഹലിന്റെ മനസ്സ് മന്ത്രിക്കുകയാണ്, അതൊന്ന് കേൾക്കാൻ ആഗ്രഹിക്കുകയാണ്. പിന്നെ നേരത്തെ അവരെ കണ്ണിനും കാതിനും ഹൃദയത്തിനും അല്ലാഹു മൂടി വെച്ചിട്ടുണ്ട്. അല്ലാഹു ഖുർആനിൽ പറഞ്ഞില്ലേ, അവരെ അഹങ്കാരത്തിന്റെ ധിക്കാരത്തിന്റെ സ്വഭാവം കൊണ്ട് അവരെ മനസ്സിൽ മൂടി വെച്ചിട്ടുണ്ട്. അല്ലാഹു തആല നേരത്തെ തീരുമാനിച്ചതുകൊണ്ട് അവർ മുസ്ലിമാകാൻ കഴിയില്ല. അതിൽ അവർ ആകൃഷ്ടരായിരുന്നു. ഖുർആൻ കേൾക്കുമ്പോൾ അവരുടെ മുന്നിൽ പോയി നബീവിന്റെ കവിതയാലാപനത്തിന്റെ മുന്നിൽ ആളുകൾ സുജൂദിൽ വീഴാറുണ്ടായിരുന്നു. വിശുദ്ധ ഖുർആനിന്റെ ചില വചനങ്ങൾക്ക് മുന്നിലാണ് നബീവ് സുജൂദിൽ വീഴുന്നത്. ഇയാൾ പിന്നീട് മുസ്ലിമായി. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ കാലം കഴിഞ്ഞ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളുടെ കാലത്താണ് അദ്ദേഹം വഫാത്താകുന്നത്. അക്കാലത്ത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ നബീവിനെ അടുത്ത് വിളിച്ച്, നിങ്ങൾ മക്കകണ്ടേറ്റുള്ള കവിയായിരുന്നല്ലോ, ആളുകളെ കവിത കൊണ്ട് അത്ഭുതപ്പെടുത്താൻ കഴിവുണ്ടായിരുന്ന പേര്, നിങ്ങളൊരു കവിത ആരംഭിക്കുമോ എന്ന് ചോദിക്കുമ്പോ നബീവ് പറയുന്നുണ്ട്, അൽബക്കറക്ക് മുന്നിൽ എന്ത് കവിത, ആണിന്റെ മുന്നിൽ എന്ത് കവിത. ഇത്ര സാരസമ്പൂർണമായ അർത്ഥഗർഭമായ അത്ഭുതഗ്രന്ഥമായ ഖുർആനിന്റെ മുന്നിൽ എന്റെ കവിതയുണ്ട്. അതുകൊണ്ട് ഞാൻ അൽബക്കറയോടാം, ആണിയോടാം, സൂറത്തുൽ അംഫാലോടാം. ഇങ്ങനത്തെ കവിത നമ്മൾ ഈ ഖുർആൻ കണ്ടിട്ടില്ല. ഈ പറയപ്പെട്ട ഖുർആൻ നമ്മൾ ദർശിച്ചിട്ടില്ല, നമുക്ക് ആസ്വദിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇന്ന് വരെ ഖുർആനിന്റെ അത്ഭുതം എന്താണ് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ, ഇത് ശാസ്ത്രയുഗമാണ്. ശാസ്ത്രം ലോകത്ത് അത്ഭുതം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യർ കണ്ടെത്താൻ കഴിയാത്ത അത്ഭുതകരമായ സംഭവങ്ങൾ ലോകത്തിന്റെ മുന്നിൽ വിളിച്ചു പറയുന്ന ശാസ്ത്രം നിലനിൽക്കുന്ന ലോകത്ത് ഒരുപക്ഷെ നമ്മൾ ചിന്തിച്ചേക്കാം, ശാസ്ത്രം പലതും കണ്ടെത്തുന്നുണ്ട്, പുതിയ പുതിയ ഗവേഷണങ്ങൾ കണ്ടെത്തുന്നുണ്ട്. എന്നാൽ ശാസ്ത്രജ്ഞരായ ആളുകൾ സത്യത്തിൽ ചെയ്യുന്നത് എന്താണെന്നറിയോ? 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ലോകത്തോട് ഖുർആൻ വിളിച്ചു പറഞ്ഞ സത്യങ്ങളുണ്ട്, യാഥാർത്ഥ്യങ്ങളുണ്ട്. ആ യാഥാർത്ഥ്യങ്ങൾക്ക് അണ്ടർലൈൻ ചെയ്യാൻ മാത്രമേ, അതിന്റെ അടിയിൽ വരയിടാൻ മാത്രമേ ശാസ്ത്രത്തിന് കഴിയുള്ളൂ എന്നതാണ് സത്യം. ഒരു അത്ഭുതം പറഞ്ഞേ, സൂറത്തുൽ യാസീനിൽ ഒരായത്തിൽ സൂര്യനെയും ചന്ദ്രനെയും കുറിച്ച് പറയുന്നത്. സൂര്യനെയും ചന്ദ്രനെയും കുറിച്ച് പറഞ്ഞതിന്റെ ശേഷം എന്ന് പറയുന്നത്